പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ വചനം നിന്റെ അധരങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നു. എൻ്റെ കരത്തിൻ തണലിൽ ഞാൻ നിന്നെ മറച്ചിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന വചനം യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായം 1 മുതൽ 14 വരെയുള്ള തിരുവചനമാണ് ഇന്ന് ധ്യാനിക്കുന്നത്. ഇന്നത്തേക്ക് 19 ദിവസമായി യേശുനാഥൻ സഹിച്ച പീഡകൾ, ഓശാന, പെസഹ, ദുഃഖവെള്ളി, ഉയർത്തെഴുന്നേറ്റ യേശുനാഥൻ 6 പ്രാവശ്യം ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും യേശുനാഥൻ ശിഷ്യന്മാരെ തേടി വരികയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ദൈവമായ കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം 11 ശിഷ്യന്മാരും യേശുനാഥനെ തേടി പോയിട്ടില്ല. യേശുനാഥൻ അവരുടെ ഇടയിലേക്ക് അന്വേഷിച്ച് വരികയാണ്. നിങ്ങൾക്ക് സമാധാനം, സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട്. എന്തുമാത്രം സ്നേഹമാണ് യേശുനാഥൻ്റെ എന്ന് നിങ്ങളൊന്ന് ഊഹിച്ചെടുത്ത് നോക്കി. ആരെങ്കിലും ഉണ്ടാവും, സ്വന്തം അപ്പനും അമ്മയും പോലും ഇതുപോലെ സ്നേഹിക്കില്ല. അതാണ് യേശുനാഥൻ പറഞ്ഞത്, അപ്പനും അമ്മയും മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. നിന്റെ പേര് എൻ്റെ ഉള്ളം കയ്യിൽ ഞാൻ എഴുതപ്പെട്ടിരിക്കുന്നു. എൻ്റെ വചനം നിന്റെ നാവിൽ ഞാൻ അഗ്നിയാക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. ഇത് വലിയ കൃപയാണല്ലേ. ശിഷ്യന്മാര് യേശുനാഥനെ അന്വേഷിച്ച് പോകുന്നേയില്ല. 1. 2, യേശു പറഞ്ഞാൽ അവർ കേൾക്കുന്നുമില്ല. മുമ്പും അങ്ങനെ തന്നെ, ഉയർത്തെഴുന്നേറ്റ യേശു പറഞ്ഞിട്ടും അങ്ങനെ തന്നെ. അവരുടെ ഇഷ്ടത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്, അവരുടെ ഇഷ്ടത്തിന്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? അവർക്ക് പരാജയപ്പെടേണ്ടി വരും. കാരണം ദൈവമായ കർത്താവിൻ്റെ വാക്ക് കേട്ടിട്ട് അത് ഉൾക്കൊള്ളാണ്ട് ഈ ഭൂമിയിൽ ആര് തന്നെ ആയാലും ശരി വിട്ടുപോയാൽ അവന് നഷ്ടമാണ്, നാശമാണ്. നമ്മൾ തിരിച്ചറിയണം. കർത്താവിൻ്റെ വചനം കേട്ട് ഏതെങ്കിലും ഒരു വചനം നമ്മുടെ ഹൃദയത്തിൽ, ആത്മാവിൽ കത്തിയാൽ ആ ഒരൊറ്റ വചനം മതി, നീ രക്ഷപ്പെടും. നീ മാത്രമല്ല, നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. വചനം പറയണം. വചനത്തിന് വള്ളി പുള്ളി മാറ്റം ഉണ്ടാകില്ല. മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കും. സമയം കിട്ടുന്നത് പോലെ മനുഷ്യൻ മാറും. കണ്ടാൽ തിരിച്ചറിയാത്ത വിധം അവൻ മുഖം തിരിച്ചു മറിഞ്ഞിക്കളയും, മുഖം ഉറച്ച് പൊയ്ക്കളയും. പക്ഷെ യേശുനാഥൻ പോവില്ല. എൻ്റെ മകനെ, എൻ്റെ മകളെ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും യേശുനാഥൻ വന്നുകൊണ്ടേയിരിക്കും. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. 6 പ്രാവശ്യമാണ് യേശുനാഥൻ മരിച്ചുയർത്തെഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് വരുന്നത്. അതിനെ ശ്രമിക്കാം. ഇന്ന് നമ്മൾ കേൾക്കുന്ന വചനം യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം 1 വാക്യം. ഇതിനു ശേഷം യേശു തിബെരിയോസ് കടൽ തീരത്ത് വെച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ വെളിപ്പെടുത്തി. വീണ്ടും, അവിടെ പ്രത്യേകം എഴുതി വെച്ചേക്കണം 1 വാക്യം. വീണ്ടും ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് യേശുനാഥൻ വരേണം. എന്നാൽ അത് യേശുനാഥനാണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. അവരെന്താ ചെയ്തത്? യേശുനാഥൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ അവിടെ തന്നെ പ്രാർത്ഥിക്കും. അവിടെ തന്നെ പ്രാർത്ഥിക്കും. നമ്മുടെ കുടുംബത്തിൽ ബൈബിൾ ഉണ്ടല്ലേ, ആ ബൈബിൾ മതി നമ്മൾ വായിച്ച്. ജപമാല ഉണ്ടല്ലേ, ആ ജപമാല മതി ചൊല്ലി പ്രാർത്ഥിച്ച് ശക്തിപ്പെടാൻ. ഒരുപാട് ഉപദ്രവങ്ങളെല്ലാം ഉണ്ടാവും, അത് നമ്മൾ തുടങ്ങാൻ പോകുമ്പോൾ തന്നെ. പക്ഷെ അതിനെല്ലാം എതിർത്ത് നിൽക്കണം, മുന്നോട്ട് കടന്നു പോകണം. എല്ലാ തിന്മയുടെ അന്ധകാര ശക്തികളും നമ്മുടെ കുടുംബത്തിൽ നിന്നും കത്തിച്ചാരമായി നീങ്ങിപ്പോകും. കർത്താവിൽ വിശ്വസിക്കുക,
നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് അപ്പോസ്തല പ്രവർത്തനത്തിൽ പറയുന്നുണ്ട്. കർത്താവായ യേശുവിൽ മാത്രമേ വിശ്വസിക്കാവൂ. ഒരു മനുഷ്യനിൽ നീ വിശ്വസിക്കരുത്. അതൊരു കെണിയായിട്ട് മാറും. എന്നാൽ മരിച്ചുയർത്തെഴുന്നേറ്റ യേശുനാഥൻ്റെ കരങ്ങളിൽ, അവൻ്റെ കണ്ണുകളിൽ, അവൻ്റെ ചിന്തകളിൽ വഞ്ചനയില്ല, നുണയില്ല, ചതിയില്ല, കലങ്കമില്ല. അവൻ സ്നേഹം മാത്രമാണ്, മനുഷ്യരുടെ സ്നേഹം മാത്രമാണ് യേശുനാഥൻ. അതാണ് നമ്മൾ കാണുന്നത്. 6 പ്രാവശ്യമാണ് മനുഷ്യ മക്കളെ തേടി യേശുനാഥൻ പല സ്ഥലങ്ങളിലായിട്ട് വരുന്നത്. ഇവിടെ നോക്കിയേ, ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന പത്രോസ്, അവൻ എന്താ ചെയ്തതെന്ന് നോക്കിയേ. അവൻ മീൻ പിടിക്കാൻ പോയി, അവൻ്റെ പഴയ തൊഴിൽ. യേശുനാഥൻ പറഞ്ഞു, നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്. അവൻ കേട്ടില്ല. അവൻ്റെ വലയും എടുത്ത് അവൻ പുറപ്പെട്ടപ്പോൾ അത് കർത്താവിനെ ധിക്കരിച്ചുകൊണ്ട് ചെയ്ത പാപമാണ്. അത് മാത്രമല്ല, അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് ശിഷ്യന്മാരെയും കൂടി അവൻ കൂട്ടിക്കൊണ്ടുപോയി. അധ്വാനിച്ച് കടലിൽ അവനൊരു പൊടിമീൻ പോലും കിട്ടിയില്ല. അതിനെ ശ്രമിക്കാം. അവൻ വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ്: സീമോൻ പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ്, ഗലീലിലെ കാനായിൽ നിന്നുള്ള സെബദി പുത്രന്മാർ എന്നിവരും വേറെ 2 ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയായിരുന്നു. 2-3 ശിഷ്യന്മാരും ഇങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോഴാണ് പത്രോസ് അവിടെ വരുന്നത്. പത്രോസ് അവിടെ വരെയാണ്, അല്ലെങ്കിൽ അവിടെ ഇരിപ്പുണ്ടാവും. 3-ാം വാക്യം ശ്രമിക്കാം. സീമോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. നോക്കിയേ, ആ ശിഷ്യന്മാരോട് പറയണത്, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. എൻ്റെ ഇഷ്ടത്തിന് പഴയ തൊഴിലിലേക്ക് ഞാൻ പോവുകയാണ്. കാരണം ഇനി ഇവിടെ ഇരുന്നിട്ടൊന്നും കാര്യമില്ല. കാരണം ഗുരു നഷ്ടപ്പെട്ടു പോയി, ഗുരുവിനെ കാണാനില്ല. എന്നാൽ എത്ര പ്രാവശ്യം ഗുരു നിന്റെ അടുക്കിലേക്ക് വന്നെന്ന് അവൻ തന്നെ അറിയുന്നില്ല. ഇത്രയേറെ പീഡകൾ സഹിച്ച് മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശുനാഥന് ഒരു പ്രാവശ്യം പോലും ഈ പത്രോസ് അന്വേഷിച്ച് പോവുകയോ അവൻ്റെ വാക്ക് കേൾക്കുകയോ ചെയ്തില്ല. അതാണ് അവനെ പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. ഇത് നമ്മൾക്കും സംഭവിക്കും. നമ്മൾ എന്തുമാത്രം വചനങ്ങൾ കേൾക്കുന്നുണ്ട്, എന്തെല്ലാം ദൂരം കുർബാനകൾ കണ്ട്, എന്തെല്ലാം ആരാധനയിൽ പങ്കെടുത്ത്, എന്തെല്ലാം കൂട്ടായ്മയിലെല്ലാം ചേർന്ന്, അല്ലേ? പക്ഷെ നമുക്ക് എന്തെങ്കിലും വെളിപ്പെടുത്തി കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ അകന്നു പോകും. ഈ പത്രോസിനെ പോലെ നമ്മൾ ആ കൂട്ടായ്മയിൽ നിന്നല്ല അകന്നു പോകും. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഒരിക്കലും അങ്ങനെ പോകരുത്. പിടിച്ചു നിൽക്കണം. നീ തന്നെയാണ് രക്ഷ, വേറെ ഒരു രക്ഷയും എനിക്കില്ല എന്ന് പറഞ്ഞ് അവിടെ നിൽക്കണം. അവനാണ് നിനക്ക് ജന്മം തന്നത്. അവനിൽ വിശ്വസിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് ഉയർച്ച കിട്ടുമെന്നുള്ളതിൽ 100% ഉറപ്പാണ്. പക്ഷേ അത് പെട്ടെന്നായിരിക്കില്ല. നമ്മൾക്കൊക്കെ, പ്രത്യേകിച്ച് മലയാളികൾക്ക് ഒരു സ്വഭാവം ഉണ്ടല്ലേ, ഇന്ന് തന്നെ കിട്ടണം, അല്ലെങ്കിൽ നാളെ, അത് കഴിഞ്ഞാൽ പിന്നെ അത് നോക്കണ്ട. അങ്ങനെയല്ല, കാത്തിരിക്കണം. കിട്ടുന്നോടം വരെ യേശുനാഥനെ മുറുകെ പിടിച്ചിരിക്കണം. അവൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങളും നിന്നോടുകൂടെ വരുന്നു. പത്രോസ് ഒരു പാവമാണ് ചെയ്തത്. എന്താണ് പാവം ചെയ്തത്? യേശുനാഥൻ പറഞ്ഞ വാക്ക് അവൻ കേട്ടില്ല. യേശുനാഥൻ പറഞ്ഞു, നീ എന്നെ തള്ളി പറയും 3 പ്രാവശ്യം. അതവൻ ചെയ്തു. വീണ്ടും പ്രത്യക്ഷപ്പെട്ടപ്പോൾ യേശുനാഥൻ അവനോട് പറഞ്ഞു, നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്, പരിശുദ്ധ ആത്മാവിനെ സ്വീകരിക്കുവിൻ. അതും അവൻ കേട്ടില്ല. അവനെവിടെ പോകുന്നു? അവൻ്റെ പഴയ തൊഴിൽ തേടി അവൻ മീൻ പിടിക്കാനായി കടലിലേക്ക് പോവുകയാണ്. അത് മാത്രമല്ല, മറ്റ് ശിഷ്യന്മാരെ കൂടെ കൊണ്ടുപോകുന്നു. എന്നാൽ അവർ ഒരുമിച്ചിരുന്ന് ഒരു പ്രാർത്ഥിക്കുകയെ
പരിശുദ്ധാത്മാവിന് വേണ്ടി ജെറുസലേമിൽ ദേവാലയത്തിലോ ഒക്കെ ഇരുന്നൊന്ന് ചെയ്യട്ടെ, അവർ ചെയ്തില്ല. എന്താണ് കാരണം? ഒരു വ്യക്തി ഇല്ലാതെ പോയി. ആരാണത്? പരിശുദ്ധാത്മാവില്ലാണ്ട് പോയി. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയ ജീവിതത്തിലേക്ക് കടന്നു വന്നില്ലെങ്കിൽ നമ്മൾ യേശു തമ്പുരാനെ വിട്ടകന്നു പോകും, പൂർണ്ണമായിട്ടും വിട്ടുപോകും. പിന്നെ നമ്മൾ ചെല്ലും പള്ളി പെരുന്നാളിന്, കുർബാനയ്ക്ക് ആഴ്ചയിൽ ഒരു പ്രാവശ്യം പോയി കുർബാനയിൽ പങ്കെടുത്തിട്ട് വരും. അതെന്തുകൊണ്ടാണ്? അയ്യോ നമ്മളൊക്കെ ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് ആ ചടങ്ങ് അനുസരിച്ച് അങ്ങ് പോകണം. അല്ലെങ്കിൽ അതും പോവില്ല. ഇന്ന് ഇപ്പൊ കണ്ടില്ലേ, യൂറോപ്പിലൊക്കെ പള്ളികളൊക്കെ വിൽക്കാനിട്ടിരിക്കുകയാണ്. ക്രിസ്ത്യാനികളില്ല, പള്ളി പോവില്ല, കല്യാണമില്ല, മാമോദിസ ഒന്നുമില്ല. ഒരു സ്ത്രീനെ അങ്ങോട്ട് ചേർത്ത് വെക്കുക ഭാര്യയായിട്ട്. വയസ്സായി കഴിയുമ്പോൾ ചിലപ്പോൾ കല്യാണം കഴിക്കണം. അങ്ങനെയായിപ്പോയി. അതുപോലെ നമ്മുടെ കേരളത്തിൽ വരരുത്. നമ്മൾ പ്രാർത്ഥിക്കണം, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി കർത്താവിനോട്. കർത്താവ് ഉത്തരം അരുളും. രണ്ടാമത്തെ ജെറുസലേമാണ് നമ്മുടെ കേരളം, കൊച്ചു കേരളം. ഇത്രയധികം ധ്യാന കേന്ദ്രവും സുവിശേഷ പ്രസംഗങ്ങളും നടത്തുന്ന ലോകത്തിൽ എവിടെയുമില്ല. അത്രയേറെ ധ്യാന കേന്ദ്രങ്ങളും സുവിശേഷ പ്രസംഗക്കാരും ബദർമാരും നമ്മുടെ കേരളത്തിലുണ്ട്. ഇവിടെ നിന്ന് പോയിട്ടുള്ളവരാണ് പല രാജ്യങ്ങളിലും പ്രഘോഷിക്കുന്നത് കർത്താവിനെ പറ്റി. അപ്പൊ കർത്താവിൻ്റെ രണ്ടാമത്തെ സ്ഥലമല്ലേ നമ്മുടെ കേരളം. കർത്താവ് തിരഞ്ഞെടുത്തേക്കുന്നത് ദൈവത്തിന്റെ ഭൂമിയാണിത് കേരളം. അതുകൊണ്ട് തന്നെ ദൈവമായ കർത്താവ് കേരളത്തെ കാത്ത് പരിപാലിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഞങ്ങളും നിന്നോടുകൂടെ വരുന്നു. അവർ പോയി. അവരെല്ലാവരും കൂടി രാത്രി പോയി വള്ളത്തിൽ കയറി. എന്നാൽ ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല. ഉണ്ടോ? കർത്താവിനെ കൂടാണ്ട് ഏതൊരു വ്യക്തിയും മുന്നോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഒരു മെച്ചവും കിട്ടില്ല, ഒന്നും കിട്ടാൻ സാധ്യതയില്ല. കിട്ടിയാൽ തന്നെ അത് ഒരു നരകമായിട്ട് മാറും അവസാനം. സമ്പത്ത് കിട്ടിക്കോട്ടെ, ജോലി കിട്ടിക്കോട്ടെ, കർത്താവിനെ കൂടാണ്ട് കിട്ടുന്നത് അത് ധൂർത്തടിച്ച് കളയും. ധൂർത്തപ്പം തന്നെ സ്വഭാവമായി പോകും. കിട്ടും, ചിലപ്പോൾ കിട്ടാതിരിക്കില്ല. അതിൽ കർത്താവിനെ കയറമില്ലാണ്ട് നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ സാത്താന് ഒരു അവകാശം അതിനകത്ത് കയറി വരും. അതായത് കർത്താവ് തന്നതാണ്, ഇത് കർത്താവിൻ്റെ ജോലിയാണെന്ന്, ഇത് കർത്താവിൻ്റെ വിദ്യാഭ്യാസമാണെന്നൊക്കെ നമ്മൾ പറയാൻ തുടങ്ങിയാൽ സാത്താൻ അതിനകത്ത് അവകാശം ഉണ്ടാവില്ല. എന്താ കാരണം എന്നറിയാമോ? സാത്താനെ പരാജയപ്പെടുത്തുന്ന ഒരൊറ്റ വ്യക്തിയെ ഈ ഭൂമിയിലുള്ളത്, അത് നമ്മുടെ ദൈവമായ കർത്താവ് മാത്രമാണ്. സാത്താൻ എന്ന ഈ കിങ്കരനെ അവൻ പുറത്താക്കിയത്. അപ്പൊ അവന്റെ നാമം നമ്മൾ പറയുമ്പോൾ നമ്മൾ രക്ഷ പ്രാപിക്കും. നമ്മൾ നാമം പറയാത്തതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അടി. എൻ്റെ മകളുടെ കല്യാണം നടക്കുന്നില്ല, എൻ്റെ മകന് ജോലിയില്ല, എൻ്റെ മകൾക്ക് ജോലിയില്ല, എൻ്റെ മകൾ പഠിക്കുന്നില്ല, ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. യേശു നാമം അവിടെ വിളിക്കുകയും ആ തടസ്സപ്പെടുത്തിയേക്കണേ അവളെ വിട്ട് പുറത്തു വരും. മൂകരും ബധിരമായ ആത്മാവെ അവനെ വിട്ട് പുറത്തു വരിക എന്ന് യേശുനാഥൻ പറയും. അപ്പോൾ അവന് ജ്ഞാനം വരും, പഠിക്കാനുള്ള അറിവ് കിട്ടും. അവനെ പേര് ചൊല്ലി ജോലിക്കായിട്ട് പേര് ചൊല്ലി വിളിക്കും. അതാണ് നമ്മുടെ നസറനായ യേശു. അവനെ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് അപ്പോസ്തല പ്രവർത്തനത്തിൽ പറയുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി. ആ കഥയുണ്ടോ? ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല. 4-ാം വാക്യം, ഉഷസ്സായപ്പോൾ യേശു കടൽക്കരയിൽ വന്ന് നിന്നു. അപ്പൊ ഇവരിങ്ങനെയൊക്കെ പോകുന്നുണ്ടെങ്കിലും യേശുനാഥന്റെ കണ്ണ് ഇവരിൽ നിന്ന് മാറുന്നില്ല. മനുഷ്യന്റെ കണ്ണ് മാറിപ്പോയി. ദൈവമായ കർത്താവിന്റെ കണ്ണ് ഈ ശിഷ്യന്മാർ, ഈ പാവപ്പെട്ട മക്കളുടെ മുമ്പിൽ നിന്ന് മായുന്നില്ല. യേശുനാഥൻ കണ്ണിലെ കൃഷ്ണപ്പടി പോലെ ഈ 11 ശിഷ്യന്മാരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. യേശു അവരുടെ പുറകെയുണ്ട്. അവരെവിടെയെല്ലാം പോകുന്നുണ്ടോ അവിടെയെല്ലാം യേശുനാഥൻ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ യേശുനാഥന് 1-ാം സ്ഥാനം കൊടുത്താൽ, പിന്നെ കൂടെ ജീവിച്ചാൽ നമുക്ക് കിട്ടുന്ന അനുഗ്രഹം. എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല.
യേശുനാഥൻ കടൽ തീരത്ത് വന്ന് നിൽക്കുകയാണ്. അത് യേശു ആണെന്ന് അവർക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റണില്ല. എന്താണ്? ഉറക്കൊളിച്ചിട്ടായിരിക്കല്ലേ രാത്രി മുഴുവൻ മീൻ പിടിക്കാനായിട്ട് കടലിൽ കിടന്ന് വല വീശി ഒന്നും കിട്ടാണ്ട് വന്ന കണ്ണ് കാണാൻ പറ്റാത്ത ഗതിയായിപ്പോയി. അതായിരിക്കും അല്ലേ? അതൊന്നല്ല, അവൻ പറഞ്ഞ വാക്ക് അവർ കേട്ടില്ല. അതാണ് പത്രോസിനെ പറ്റിയ ഏറ്റവും വലിയ അപകടം. ഹല്ലേലൂയ. 5-ാം വാക്യം, യേശു അവനോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ. കണ്ട, യേശുനാഥൻ വിളിക്കാൻ നോക്കിയേ. ഇന്ന് വരെയും യേശുനാഥൻ 3 വർഷ പരസ്യ ജീവിതത്തിൽ ഇങ്ങനെ വിളിച്ചിട്ടില്ല. കുഞ്ഞുങ്ങളെ വരെ വിളിക്കുകയാണ്. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വലുതും ഉണ്ടോ? ഉടനെ ആ ശിഷ്യന്മാര് പറഞ്ഞ് ഇല്ല. ഒറ്റ വാക്കാണ് അവരില്ല. ആരാണ് ഈ ചോദിക്കുന്നത്? അതൊന്നും അവർക്ക് അറിയാൻ പറ്റില്ല. കാരണം ഒന്നാമത് ടെൻഷൻ, ഒന്നും കിട്ടിയില്ലല്ലോ എന്നുള്ള ഇത്. രണ്ടാമത് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒരു പൊടിമീൻ പോലും കിട്ടിയില്ലല്ലോ, ഇനി എന്ത് ചെയ്യും? അങ്ങനെ അവർ വലയൊക്കെ നന്നാക്കി ഇങ്ങനെ കടൽ തീരത്ത് നിൽക്കുകയാണ്. അപ്പോഴാണ് യേശു വന്നിട്ട് ചോദിക്കുന്നത്, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പക്കൽ മീൻ വലുതും ഉണ്ടോ? ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. 6-ാം വാക്യം, അവൻ പറഞ്ഞു, വള്ളത്തിലെ വലതുവശത്ത് വലയിടുക. യേശുനാഥൻ പറയുന്നു, വള്ളത്തിന്റെ വലതുവശത്ത് വല ഇടുക. വലതുവശത്ത് കിടന്ന കള്ളൻ വിളിച്ചു പറഞ്ഞു, കർത്താവേ, നീ ഒരു തെറ്റും ചെയ്താത്തവനാണ്, നിനക്ക് ഈ ഗതി വന്നല്ലോ. നീ പർദീസയിലായിരിക്കുമ്പോൾ എന്നെ ഒന്ന് ഓർക്കണമേ യേശുവേ. അവൻ കരഞ്ഞു പ്രാർത്ഥിച്ചു, ഒന്ന് ഓർത്താൽ മതി നീ പർദീസയിലായിരിക്കുമ്പോൾ. യേശുനാഥൻ ഓർക്കയല്ല ചെയ്തത്. യേശുനാഥൻ പറഞ്ഞു, ഇന്ന് ഈ നിമിഷം നീ എൻ്റെ കൂടെ പർദീസയിലായിരിക്കും. നാം കൂട്ടിക്കൊണ്ടുപോയി. അതാണ് നമ്മുടെ യേശുനാഥൻ. കർത്താവായ ദൈവമേ, രാത്രി മുഴുവൻ മല വീഞ്ഞിട്ട് എനിക്കൊന്നും കിട്ടിയില്ല. നിന്നെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു യേശുവേ. കിട്ടാത്തതിനെ ഓർത്തെന്ന് പറയുമ്പോഴത്തേനും യേശുനാഥൻ വല നിറച്ച് മത്സ്യത്തെ കൊടുക്കാൻ തുടങ്ങും. അവരത് പറഞ്ഞില്ല. അവർ കരയെ കയറിയിരുന്ന് വല നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. യേശു പറഞ്ഞു, വള്ളത്തിന്റെ വലതുവശത്ത് വല ഇടുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. 2 വാക്ക് യേശുനാഥൻ പറയണം. എന്നിട്ടും യേശു ആണ് ഈ നിൽക്കുന്നത്, ഗുരുവാണ്, റബ്ബിയാണെന്നൊന്നും അവർക്ക് മനസ്സിലാകുന്നില്ല. അവർ വലയിട്ടു. അപ്പോൾ വലയിൽ അകപ്പെട്ട മത്സ്യത്തിന്റെ അധികം നിമിത്തം അത് വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. രാത്രി മുഴുവൻ കടലിൽ കിടന്ന് അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല. അവരെ വഞ്ചി അടുപ്പിച്ചിട്ടിരിക്കുകയാണ് കടലിന്റെ. അതിന്റെ വലതുവശത്ത് വലയിടാൻ പറഞ്ഞു. അടുത്ത് തന്നെയാണ്, അങ്ങോട്ട് പോകണ്ട, ദൂരേക്ക് പോകണ്ട, നീ അവിടെ തന്നെ ഇരുന്നു കൊണ്ട് വലതുവശത്ത് വല ഇടുക. വലയിട്ടപ്പോഴത്തേനും വല നിറച്ചു മത്സ്യം കയറി. ഇതാണ് കർത്താവ്. വാരി കോരി തരുന്നവനാണ് നമ്മുടെ ദൈവമായ കർത്താവ്. നീ എത്ര വലിയ അധംപതനത്തിൽ കിടക്കുന്ന വ്യക്തിയാണോ, നിന്നെ ഉയർത്താൻ ദൈവമായ കർത്താവിന് ഒറ്റ നിമിഷം മതി. ഒറ്റ നിമിഷം. കാരണം അവൻ്റെ കയ്യിൽ എല്ലാം ഉണ്ട്. സമ്പന്നനായ യേശുവാണ് നമ്മുടെ യേശു അപ്പൻ. വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് യേശു പറഞ്ഞ വാക്ക് വിശ്വസിക്കണം. വിശ്വസിക്കാത്തത് മൂലമാണ് നമ്മുടെ കുടുംബം തകർന്നു പോണത്. ഹല്ലേലൂയ. എന്ത് തകർച്ച ഉണ്ടായിക്കട്ടെ, എന്ത് കാര്യത്തിനും പരിഹാരം കാണാൻ യേശുനാഥൻ നമ്മുടെ കുടുംബത്തിലുണ്ടാകണം, നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. നമ്മുടെ നടപ്പിലും ഇരിപ്പിലും ഓർമ്മയിലും യേശുനാഥൻ 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 എന്ന് ഉണ്ടായാൽ മാത്രമേ യേശുനാഥൻ വരികയുള്ളൂ. യേശുനാഥനെ തേടി ശിഷ്യന്മാർ പോയില്ല. ദൈവമായ കർത്താവ് ശിഷ്യന്മാരുടെ അടുക്കലേക്ക് മനുഷ്യനെ തേടി വന്നു കണ്ട. അവരെവിടെയെല്ലാം പോയി കഥകടച്ചിരുന്നു. അവരെ മധ്യേ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇത്ര പ്രാവശ്യമാണ് യേശുനാഥൻ വന്നതല്ലേ, കാണാൻ പറ്റും. ഇതാ കടൽ തീരത്ത് മീൻ പിടിക്കാൻ പോയപ്പോൾ അവിടെയും യേശുനാഥൻ വന്ന് അവർക്ക് അവരുടെ സന്തോഷം നിറയ്ക്കണം. യേശുനാഥൻ കണ്ട, എന്നെ വിട്ട് നീ പോയല്ലോ, ഞാൻ പറഞ്ഞത് കേട്ടില്ല എന്നൊന്നും യേശുനാഥൻ പറയണില്ല. അവർക്ക് വേണ്ടിയിരുന്നത് എന്താണ്? മത്സ്യം. അത് യേശുനാഥൻ അവരുടെ കരം നിറച്ചു കൊടുക്കുകയും പഞ്ചി നിറച്ച് വല നിറച്ച് മത്സ്യത്തെ കൊടുത്തു അവർക്ക്. 7-ാം വാക്യം, യേശു സ്നേഹിച്ചിരുന്ന
ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു. ഉണ്ടോ? യേശു സ്നേഹിച്ചിരുന്ന പത്രോസിനോട് പറഞ്ഞു. ശിഷ്യനാണ് പത്രോസിനോട് പറയണത്. പത്രോസ് ആരായിരുന്നു? യേശുനാഥന്റെ കൂടെ യേശുനാഥനെ മുന്നിട്ട് ചാടി നടന്നവനാണ്. അവനെ കണ്ടിട്ട് അറിയാൻ പറ്റിയില്ല ഇത് യേശുനാഥനാണെന്ന്. ശിഷ്യൻ പറഞ്ഞപ്പോൾ അവന് മനസ്സിലായി. യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, 7-ാം വാക്യം, അത് കർത്താവാണ്, അത് കർത്താവാണ്. 2 പ്രാവശ്യമാണ് പറയണത്. കണ്ട 7-ാം വാക്യത്തിൽ അത് കർത്താവാണ്, അത് കർത്താവാണ് എന്ന് കേട്ടപ്പോൾ സിയോമോൻ പത്രോസ് താൻ നഗ്നനായതുകൊണ്ട് പുറങ്കുപ്പായം എടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി. അവൻ നഗ്നനായിരുന്നു. എങ്ങനെ നഗ്നനായിരുന്നു? വസ്ത്രമെടുക്കാത്തതാണോ? അല്ല, അവന്റെ നഗ്നത യേശു പറഞ്ഞ വാക്കാണ്. അത് അവൻ ശ്രദ്ധിച്ചില്ല. അപ്പൊ അവൻ നഗ്നനായി പോയി, പാപത്തിലേക്ക് പോയവൻ നഗ്നനായി പാവക്കുഴിയിലേക്ക് വീണുപോയപ്പോൾ ഗുരുവിനെ കാണാൻ പറ്റുന്നില്ല, ഗുരുവിന്റെ സ്വഭാവം അറിയാൻ പറ്റുന്നില്ല, ഗുരുവാണ് അത് നിൽക്കുന്നത് എന്നുള്ളതൊന്നും അവനെ അറിയാൻ പറ്റാണ്ട് കണ്ണിൽ ഇരുട്ടായിപ്പോയി, വെളിച്ചം അകന്നുപോയി. ഇതാണ് ഓരോ കുടുംബത്തിലും മാതാപിതാക്കൾക്ക് വരുന്ന ഗതി. കാരണം ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നില്ല, സ്തുതിക്കുന്നില്ല, മഹത്വപ്പെടുത്തുന്നില്ല. അവന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ ഇല്ലാതെ പോയി. അതാണ് നമുക്ക് തെറ്റുപറ്റിപ്പോയി. യുദാസ് പറഞ്ഞില്ലേ 30 വെള്ളിക്കാശിന് വേണ്ടി ഞാൻ നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്തെന്ന് പറഞ്ഞ അവൻ ആ പണം വലിച്ചെറിഞ്ഞിട്ട് അവൻ തൂങ്ങി മരിക്കേണ്ടി വന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ. എന്നാൽ 8-ാം വാക്യം, എന്നാൽ മറ്റ് ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയും വലിച്ചുകൊണ്ട് വള്ളത്തിൽ തന്നെ വന്നു. പത്രോസ് എടുത്ത് കടലിലേക്ക് ചാടിക്കളഞ്ഞാൽ അവൻ യേശുവിന്റെ മുഖത്ത് നോക്കാൻ പറ്റണില്ല. എന്തുകൊണ്ടാ? ഇത്ര പ്രാവശ്യം എന്തെല്ലാം പറഞ്ഞു, എന്തെല്ലാം കാണിച്ചു കൊടുത്തല്ലേ. അവനെ വെള്ളത്തിന്റെ മീതെ കൂടെ നടത്തിക്കൊണ്ടുവന്നു യേശു. നടന്നു വരാൻ പറഞ്ഞു. അങ്ങനെയൊക്കെ കൊണ്ട് നടന്നിട്ട് യേശു പറഞ്ഞ ചില വാക്ക് അവൻ കേട്ടില്ല. നമ്മുടെ കുടുംബത്തിലും ചില മക്കള് പറഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും. പത്രോസിനോട് പറഞ്ഞില്ലേ 1 മണിക്കൂർ വളർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ, അവൻ കേട്ടില്ല. 2 പ്രാവശ്യം പറഞ്ഞു, അവൻ കേട്ടില്ല. 3 പ്രാവശ്യം പറഞ്ഞു, അവൻ കേട്ടില്ല. എന്താണ്? സാത്താനിൽ ഇടം കൊടുക്കരുതെന്ന് യേശു പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രലോഭനൻ നിന്നെ കീഴ്പ്പെടുത്തുമെന്ന് യേശുനാഥൻ പറഞ്ഞു. അതാണ് ഇപ്പോൾ അവിടെ സംഭവിച്ചത്. അതെല്ലാം സംഭവിച്ചല്ലേ. ഗുരുവിനെ 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. അവനിൽ നിന്ന് അകന്നു ദൂരെ പോയി. യേശുനാഥന്റെ ഒരു കാര്യത്തിലും അവൻ അന്വേഷിക്കുന്നില്ല, നോക്കണില്ല. അവന്റെ പഴയ തൊഴിലിലേക്ക് പോയി. ഇതൊക്കെ പ്രലോഭൻ ചെയ്യുന്ന പണിയാണ്. അത് ചെയ്യാതിരിക്കാനാണ് യേശുനാഥൻ ശിഷ്യന്മാരുടെ അടുത്ത് വന്ന് പറയണത്, നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. യേശുനാഥന് വേണ്ടി പ്രാർത്ഥിക്കാനല്ല പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. 1 മണിക്കൂർ ഉണർന്നിരുന്നു നിങ്ങൾക്ക് വേണ്ടി. പ്രലോഭകൻ നിങ്ങളെ ഉൾപ്പെടുത്തും, അതിനകത്ത് അവന്റെ കൂട്ടത്തിലേക്ക് കൊണ്ടുപോകും, ചതിക്കും, അവൻ വഞ്ചിക്കുമെന്നൊക്കെ യേശുനാഥൻ ഉപമയിലൂടെ പറഞ്ഞിട്ട് അവർക്കത് ഗ്രഹിക്കാനുള്ള ഹൃദയവും മനസ്സും ഉണ്ടായില്ല. ഹല്ലേലൂയ. അവർ കരയിൽ നിന്നും ഏകദേശം 200 മുഴത്തിലധികം അകലെയായിരുന്നു. 200 മുഴം അകലെയായിരുന്നു കരയിൽ നിന്നും, കുറച്ചകലെ. 9-ാം വാക്യം, കരക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു. ഇതൊരു വലിയ അത്ഭുതമാണ്. ഞാൻ ഈ മരിച്ച ഉയർത്തെഴുന്നേറ്റ യേശുനാഥൻ ഈ വചനമൊക്കെ വായിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചിട്ടുണ്ട്. എങ്ങനെയാ അറിയാമോ? മരിച്ച ഉയർത്തെഴുന്നേറ്റ യേശുനാഥൻ തീ കത്തിച്ച് മീൻ ചുടേ വറുക്കെ ഏതാണ്ടൊക്കെ ചെയ്ത് അത് റെഡിയായിട്ട് വെച്ചേക്കാണ്. 2 അപ്പവും ചുട്ടു, മാവ് ഉണ്ടാക്കി അപ്പവും ചുട്ട്, അതും ആർക്ക് വേണ്ടി? ഈ ശിഷ്യന്മാർക്ക് വേണ്ടി. ആ സ്നേഹം ഒന്ന് ഓർത്ത് നോക്കിയാൽ എന്തുമാത്രം സ്നേഹമല്ലേ. അവന്റെ പാദത്തിൽ നമ്മൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞാൽ മതി വരുമോ? നമുക്ക് തന്നാക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ ഓർത്തിട്ട്, നമുക്ക് തന്നാക്കുന്ന വിദ്യാഭ്യാസം, നമുക്ക് തന്ന
കുടുംബജീവിതമായ ജീവിത പങ്കാളി, നമുക്ക് തന്ന കുടുംബം, ജീവിതം, മക്കൾ, ഇതൊക്കെ ഓർത്തിട്ടുണ്ടെങ്കിൽ ഈ യേശുനാഥനെ വിട്ടു പോകുമോ? ദേവാലയം വിട്ടു പോകില്ല. അവനെ കെട്ടിപ്പിടിക്കും. നീ മാത്രമാണ് എൻ്റെ ദൈവമായ കർത്താവേ, നീ അല്ലാതെ മറ്റൊരു നാമം എനിക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് കയറി ചെല്ലും. നോക്കി, രാത്രി മുഴുവൻ പട്ടിണിയായിരിക്കും അവർ കിടന്ന് അധ്വാനിച്ചത്. അപ്പൊ രാവിലെ കടൽ തീരമാണല്ല, ഭക്ഷണമൊന്നും ഉണ്ടാവില്ല. അപ്പൊ യേശുനാഥൻ ഭക്ഷണം ഒരുക്കി വെക്കുകയാണ്. യേശുനാഥൻ ചെയ്തത് എന്താണ്? ആദ്യം അവരുടെ ആഗ്രഹം നിറവേറ്റി കൊടുത്തു. അവര് യേശുനാഥന്റെ ആഗ്രഹം നിറവേറ്റി കൊടുത്താ? ഇല്ല. അവർ പറഞ്ഞിട്ട് കേട്ടാ? ഇല്ല. യേശുനാഥൻ അതൊക്കെ മറന്നിട്ട് അവർക്ക് വേണ്ടിയിരുന്നത് മീനായിരുന്നു. ആ മീൻ വല നിറച്ചു കൊടുത്തു. രണ്ടാമത് യേശുവിനെ അറിയാം, അധ്വാനിച്ച് വന്നിരിക്കുകയാണ്, അവർക്ക് വിശപ്പുണ്ടാവും. അപ്പവും മീനും കൊടുക്കുകയാണ്. 10-ാം വാക്യം, യേശു പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറെ കൊണ്ടുവരുവിൻ. യേശുനാഥൻ അവിടെ കുക്ക് ചെയ്യണം. ശിഷ്യന്മാർക്ക് വേണ്ടി യേശുനാഥൻ അപ്പം ചുടുന്നു, മീൻ ചുടുന്നു, പല വിധത്തിൽ അവിടെ തീയെല്ലാം കത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ദൈവമായ കർത്താവ് 2025 വർഷങ്ങൾക്ക് മുൻപ് പരസ്യമായി ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റവൻ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നും ചെയ്യില്ലേ? ഇന്നും ചെയ്യില്ല. അന്ന് ചെയ്തത് ഇന്നും ചെയ്യില്ലേ? ഇന്നും ചെയ്യും. ഇന്നും ചെയ്യും. വിശ്വസിക്കണം. അന്ന് ശിഷ്യന്മാർ മത്സ്യം പിടിക്കാൻ പോയപ്പോൾ അവർക്ക് മീൻ കൊടുത്തു, ഭക്ഷണം ഉണ്ടാക്കിയാണ് യേശുനാഥൻ അവർക്ക് വിശപ്പിന് വേണ്ടി. ആ മത്സ്യത്തിൽ കുറെ അവിടെ കൊണ്ടുവരുവാൻ പറഞ്ഞു. ആ മത്സ്യം ചുടിയാണ് യേശുനാഥൻ. ചിലപ്പോൾ ചുട്ടായിരിക്കും, എണ്ണ ഉണ്ടാവില്ല, പറയില്ല. 11-ാം വാക്യം, ഉടനെ ശിമോൻ പത്രോസ് വള്ളത്തിൽ കയറി. നഗ്നനായ കടലിലേക്ക് എടുത്ത് ചാടിയെങ്കിലും പിന്നീട് അവൻ ഓടി വള്ളത്തിൽ തന്നെ കയറി. അവൻ എവിടെ പോകാനാണ്? ഈ കർത്താവിനെ വിട്ട് നീ എവിടെയും പോകാൻ പറ്റില്ല. പോണെങ്കിൽ യുദാസിനെ പോലെ പോകണം, അല്ലാണ്ട് ഭൂമിയിൽ ജീവിക്കാന്ന് വിചാരിക്കണ്ട. അവൻ ആ വള്ളത്തിൽ തന്നെ കയറി. വലിയ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വല വലിച്ച് കരയ്ക്ക് കയറ്റി. ഇത്രയും വലിയ നിറച്ച് മത്സ്യങ്ങളെ വലിച്ച് കരയ്ക്ക് കയറ്റി. അതിൽ 153 മത്സ്യം ഉണ്ടായിരുന്നു. നോക്കിയേ, ആ വലക്കാലത്ത് 153 വലിയ മത്സ്യങ്ങൾ ഉണ്ടായിട്ടും ആ വല കീറിയില്ല. അവര് കടലിന്റെ ദൂരെ പോയില്ല. വലതുവശത്ത് എറിയാൻ പറഞ്ഞു, അവിടെ തന്നെ അവർക്ക് കിട്ടി. ഇതാണ് സൃഷ്ടാവായ ദൈവമായ കർത്താവ്. അവന്റെ സൃഷ്ടിയാണ് കടലിലെ മുഴുവൻ മത്സ്യങ്ങളും. അവൻ പറഞ്ഞാൽ വരും, പോകാൻ പറഞ്ഞാൽ പോകും. കിട്ടില്ലെന്ന് വിചാരിച്ചാൽ കിട്ടില്ല. ഇത് തന്നെയാണ് കരയിലും ജലത്തിലും ഭൂമിയിലും അടിയിലും എല്ലാം ഉള്ളത്. ദൈവമായ കർത്താവിൻ്റെയാണ് എല്ലാം. മനുഷ്യനായിട്ട് ഒന്നും തന്നെ ഇല്ല. എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. പൊടിയിൽ നിന്നും വന്നു പൊടിയിലേക്ക് തന്നെ പോകുന്നു. അത്രയേ ഉള്ളൂ. ഒന്നുമില്ല, യാതൊന്നുമില്ല. മനുഷ്യ, നമ്മളിത് വിശ്വസിക്കണം. ഹല്ലേലൂയ. ഇത്രയേറെ അധികം ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല. കണ്ട, ഇത്രയേറെ മത്സ്യമുണ്ടായിട്ടും വല കീറിയില്ല. ആ വല കീറേണ്ടതായിരുന്നു. എന്തുകൊണ്ട് കീറിയില്ല? അതാണ് കർത്താവിൻ്റെ കൃപ, കർത്താവിൻ്റെ അനുഗ്രഹം. 12-ാം വാക്യം, യേശു പറഞ്ഞു, വന്ന് പ്രാതൽ കഴിക്കുവിൻ. ഭക്ഷണം കഴിക്കുവിൻ. കാലത്തെ ടിഫൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കർത്താവ് യേശു ശിഷ്യന്മാരെ വിളിക്കുന്നു. കൈ കഴുകിയിരുന്നാൽ മാത്രം മതി. ചുടണ്ട, ഉണ്ടാക്കണ്ട, ഒന്നും വേണ്ട. കർത്താവ് റെഡിയാക്കി വെച്ചേക്കാണ്. അവർ വന്ന് കഴിച്ചത് നോക്കിയേ. ആർക്കെങ്കിലും സാധിക്കും ഇത്? അത്രയേറെ സ്നേഹമുള്ളവനാണ് നമ്മുടെ ദൈവമായ കർത്താവ്. ശിഷ്യന്മാരിൽ ആരും അവനോട് നീ ആരാണ് എന്ന് ചോദിക്കുവാൻ മുതിർന്നില്ല. ശിഷ്യന്മാരാരും, പത്രോസും അതിൻ്റെ ഇടയ്ക്ക് കടലിൽ ചാടിയെങ്കിലും അവനും കയറി വന്നേക്കാണ്. ആരും ചോദിച്ചില്ല. കാരണം അത് കർത്താവാണെന്ന് അവർക്ക് അപ്പോൾ മനസ്സിലായി. അത് കർത്താവാണെന്ന് അവർ അറിഞ്ഞിരുന്നു. 13-ാം വാക്യം, യേശു വന്ന് അപ്പം എടുത്ത് അവർക്ക് കൊടുത്തു. അതുപോലെ തന്നെ മത്സ്യവും. യേശു കുക്ക് ചെയ്യുക മാത്രമല്ല ചെയ്തത്, വിളമ്പുകയും ചെയ്തു. കണ്ടാ, ഒരു ഹോട്ടൽ പണിക്കാരനെ പോലെ വിളമ്പി കൊടുത്തു യേശുനാഥൻ. അപ്പവും മീനും സപ്ലൈയറെ പോലെ.
ഒരു വേലക്കാരൻ കുക്ക് ചെയ്യുന്നതിനെ പോലെ യേശുനാഥൻ ചെയ്ത് അവസാനം സപ്ലൈ ചെയ്യാനും യേശുനാഥൻ നിന്ന് മടിച്ചില്ല. ഒരു മടിയില്ല യേശുനാഥൻ. നോക്കി, മനുഷ്യനോടുള്ള സ്നേഹമല്ലേ അത്. മനുഷ്യൻ ചെയ്യുമോ? അങ്ങനെ ചെയ്യില്ല. 14 വാക്യം, യേശു മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ട ശേഷം ശിഷ്യന്മാർക്ക് പ്രതീക്ഷപ്പെടുന്നത് ഇത് 3-ാം പ്രാവശ്യമാണ്. എത്ര പ്രാവശ്യം വന്നാലും ഈ ശിഷ്യന്മാർക്ക് ഇന്ന് യേശുനാഥൻ മത്സ്യവും അപ്പവും കൊടുത്തു, പല നിറച്ച് മത്സ്യത്തെയും കൊടുത്തു. 150 മത്സ്യം, അതിനകത്ത് വലിയ മത്സ്യവും മറ്റു ചെറുത് വേറെ. എന്നാലും നാളെ നേരം വെളുത്തു കഴിഞ്ഞാൽ അവർ പഴയ തൊഴിലിന് തന്നെ പോകും. യേശുനാഥൻ പറഞ്ഞ വാക്കൊന്നും അവർ കേൾക്കില്ല. ഇത് എപ്പോഴാണ് സംഭവിക്കാൻ പോണതെന്ന് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാൻ പറ്റും. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് ഞങ്ങളുടെ കൂടെ. സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവും, ഞങ്ങളുടെ എഴുത്തുമ്പലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. വിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളുന്നേ. ആമേൻ. പരിശുദ്ധമ്മേ, യേശുവിൻ്റെ അമ്മേ, മരിച്ചു ഉയർത്തെഴുന്നേറ്റ് മനുഷ്യ മക്കളെ സ്നേഹിക്കുന്ന ദൈവമായ കർത്താവെ, ഇങ്ങനെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മനുഷ്യ മക്കളുടെ ദാരിദ്ര്യം അറിഞ്ഞ്, വിശപ്പറിഞ്ഞ് അത് നിറവേറ്റി വയറ് നിറച്ച അപ്പവും ഭക്ഷണവും കൊടുത്ത് പോറ്റുന്ന ദൈവമായ കർത്താവെ, എന്തിനെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിന്റെ നാവിൽ എൻ്റെ വചനം ഞാൻ അഗ്നിയാക്കുമെന്നും അപ്പനും അമ്മയും മറന്നാലും ഞാൻ നിന്നെ മറക്കില്ലെന്ന് അരുളി ചെയ്ത ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും വചനത്തിൽ താങ്ങി നിൽക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും നേരെ ഉണ്ടായിരിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ആവേ മരിയ. പ്രൈസ് ദി ലോർഡ്.